ഹലോ, ഇന്ന് ഞാൻ വരിക്ക ചക്കപ്പഴം വെച്ചിട്ട് വൈകുന്നേരത്തെ ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വരിക്ക ചക്കപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇരിഞ്ഞ് ഇങ്ങനെ മുറിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ ഒരു സൈഡ് മാത്രമേ മുറിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഫില്ലിങ്സ് ഒക്കെ വെച്ച് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കണം. ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അതിനായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഉരുകി കഴിയുമ്പം അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ റവ ചേർത്തിട്ട് നെയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആവത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. റവ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരവിയതിനകത്ത് ഞാൻ കുറച്ച് കഷ്ണമായിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. എന്നിട്ട് ഞാൻ ഈ തേങ്ങ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് തേങ്ങ എന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ തേങ്ങ ആ ഗ്ലാസ്സിനകത്ത് നല്ലപോലെ അമക്കി നിറച്ചാണ് എടുത്തിരുന്നത് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ അണ്ടിപ്പരിപ്പോ അതുപോലെ ബദാം പിസ്ത അതൊക്കെ ഇങ്ങനെ കുനുകുനാന്നൊക്കെ നുറുക്കിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങയും കൂടി ഒന്ന് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ച് തേങ്ങ ഒരു ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഞാൻ കുറച്ച് ബെല്ലം ചിരണ്ടി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബെല്ലം ഉടച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. ഇത് ഞാൻ ബെല്ലം ചേർത്തിരിക്കുന്നുണ്ടല്ലോ ഒരു 1.5 ആണി ബെല്ലം. അത് എല്ലാവരും എങ്ങനെയാണ് പറയണേന്ന് അറിയത്തില്ല. ചിലർ കട്ട എന്ന് പറയും, ചിലർ ആണി എന്ന് പറയും. ഞങ്ങളൊക്കെ ആണി എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ 1.5 കട്ട ബെല്ലമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ബെല്ലത്തിന് പകരം പഞ്ചസാരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ മധുരം ഒരുപാട് അങ്ങ് ചേർക്കേണ്ട കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ ചക്കപ്പഴത്തിന് കുറച്ച് മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് ഒത്തിരി മധുരമാണെങ്കിൽ ഒരു സുഖം ഉണ്ടാകത്തില്ല. കുറച്ച് മധുരം മതി. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ചക്കപ്പഴം പല രീതിയിലായിരിക്കുമല്ലോ. അപ്പം മധുരം തീരെ കുറവുള്ള ചക്കപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നല്ല തേൻ വരിക്കുക അതുപോലെ നല്ല മധുരമൊക്കെയുള്ള ചക്കയൊക്കെ ആണെങ്കിൽ ഒരു ഇത്തിരി മധുരം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇതൊക്കെയും കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. തേങ്ങയൊന്നും അങ്ങ് വറന്നു പോകുകയൊന്നും ചെയ്യരുത്. അങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും. നല്ല ഏലക്കാപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ. ഞാനിതങ്ങ് പെട്ടെന്ന് ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ കയറിയിട്ട് പെട്ടെന്ന് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഉണ്ടാക്കുന്ന നേരത്തെ ഞാനങ്ങ് വീഡിയോയും പിടിച്ചു നല്ലതാണെന്നുണ്ടെങ്കിൽ ഇടാവല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഈ മിക്സ് അങ്ങ് നല്ലപോലെ ചൂടായി കഴിയുമ്പം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതാണ്ട് ഞാൻ ഇത് വറുത്തെടുക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലായിരുന്നേ. അപ്പോൾ അതിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ചൂട് കൂടിയിട്ടേ ചിലപ്പം വെള്ളം ഉരുകി പോകുമോ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നിരത്തി വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ടേ ഇതൊരു 5 മിനിറ്റത്തേനൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിക്കോട്ടെ. അതങ്ങ് തണുക്കാൻ വെക്കണ നേരത്തേനുണ്ടല്ലോ നമുക്ക് ഒരു ചെറിയൊരു മാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഒരു ഇത്തിരി മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിനകത്തെ ഒരു ഇത്തിരി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് മൈദ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത്. ഞാൻ എടുത്തിരിക്കുന്ന ഈ ഗോതമ്പ് പൊടി ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഒരുപാടങ്ങ് ലൂസായി പോവുകയും വേണ്ട, എന്നാൽ ഒത്തിരി അങ്ങ് തിക്കാവുകയും വേണ്ട. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയാൽ മതിയാവും. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ ഓരോ ചുളയും എടുത്തിട്ട് ഈ ഫില്ലിങ്സ് ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് ഇതിനുള്ളിലേക്ക് അങ്ങ് അമർത്തി അങ്ങ് വെച്ച് കൊടുക്കുക. നല്ലപോലെ അമർത്തി വെക്കണം, എന്നാൽ ഇത് നല്ല ഉറച്ചങ്ങ് ഇരിക്കുകയുള്ളൂ കേട്ടോ. ഇതങ്ങ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ചക്കപ്പഴം എടുക്കാൻ നേരത്ത് ഒരു സൈഡ് മാത്രം വിടിവിച്ചിട്ട് കുരു ഒക്കെ കളഞ്ഞിട്ട് എടുത്താൽ മതി. ഇനിയിപ്പം വിടിവിക്കാതെ തന്നെ ആ ഒരു ഹോളിനുള്ളിൽ കൂടെ തന്നെ കുരു കളയാനൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് അതിനുള്ളിലേക്കുണ്ടല്ലോ ഈ ഫില്ലിങ്സ് അങ്ങനെ അമർത്തി നിറച്ചങ്ങ് വെച്ച് കൊടുത്താൽ മതിയോ. എനിക്ക് അങ്ങനെ കുരു കളയാൻ അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സൈഡ് അങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ കുരുവും തൊലി അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്തതാണ്. ഇങ്ങനെ ചക്കപ്പഴം കിട്ടണമെന്നുണ്ടെങ്കിൽ വരിക്കച്ചക്ക വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരിക്കച്ചക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന പലഹാരം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കൂഴച്ചക്കയാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ പഴുത്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ അങ്ങ് പഴുത്ത് വരണ ആ ഒരു സമയമുണ്ടല്ലോ,
ആ സമയത്ത് കൂഴപ്പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കുമല്ലോ, അപ്പം ഫില്ലിങ്സ് വെച്ച് നിറയ്ക്കാൻ പറ്റത്തില്ലല്ലോ കൂഴപ്പഴമായി കഴിയുമ്പോൾ. ഞാനപ്പം മുഴുവൻ ചക്കപ്പഴത്തിലും ഫില്ലിങ്സ് വെച്ച് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇത്തിരി ഫില്ലിങ്സ് ബാക്കിയുണ്ടായിരുന്നു. അതിന് ഞാൻ ചുമ്മാ കൈകൊണ്ട് ഉരുട്ടി അങ്ങ് എടുത്ത് വെച്ചു കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിലേ. അപ്പം ഞാനിതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മളുടെ ഫില്ലിങ്സ് റെഡിയാക്കിയ ആ ഒരു പാനുണ്ടല്ലോ, അതിനകത്ത് തന്നെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ പാൻ ഞാനൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് തുടച്ചങ്ങ് എടുത്തു. എന്നിട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിഞ്ഞപ്പം ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്ക്കകത്താണ് ഞാനിതങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഉണ്ടല്ലോ, ഫില്ലിങ്സ് ഒക്കെ നിറച്ചിട്ട് അത് ഈ മാവിനകത്തൊന്ന് മുക്കിയിട്ട് ഈ നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം, നെയ്യ് ചൂടായി കഴിയുമ്പോഴേ. അപ്പോൾ അങ്ങനെ ഓരോന്നും മാവിനകത്ത് മുക്കി ഈ നെയ്ക്കകത്തോട്ട് വെച്ച് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ നെയ്ക്കകത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. എണ്ണയ്ക്കകത്തോട്ട് ഇനി ഇപ്പോൾ കുഴിയുള്ള പാത്രത്തിനകത്തൊക്കെ നിറച്ച് എണ്ണ ഒഴിച്ച് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരിയെടുക്കാനുള്ള അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന നെയ്യായിരുന്നു. അപ്പം ഹെൽത്തി ആണല്ലോ നെയ്യായി കഴിയുമ്പം. അപ്പം അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഉപയോഗിച്ചത്. ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഓരോ സൈഡും മൊരിഞ്ഞ് വരുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും നല്ല പോലെ അങ്ങ് ആവശ്യത്തിന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നിടം വരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്തുണ്ടല്ലോ കൂടുതലിട്ട് കൊടുത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഇപ്പോൾ ഞാനിത് തിരിച്ച് ഇട്ട് കൊടുക്കാൻ നേരത്തെ ഈ മാവൊക്കെ ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അന്നേരം ഇപ്പോൾ എടുക്കാൻ നേരത്തെ ഇത് വിട്ടു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് തിരിച്ച് ഇടാൻ നേരത്ത് കുറച്ച് സൂക്ഷിച്ച് വേണമായിരുന്നു, എന്നാലും ഇടയ്ക്കൊക്കെ വിട്ടൊക്കെ പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് ഓരോ സൈഡും ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും നല്ലപോലെ മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം. ഞാൻ സാധാരണ ഇങ്ങനെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് അത് വാങ്ങിയെടുക്കാൻ നേരത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഈ അരിപ്പ പാത്രത്തിലേക്ക് അങ്ങ് വെക്കും. അപ്പം എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ എണ്ണയോ നെയ്യൊക്കെ ഇതിനകത്ത് പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതങ്ങ് വാർന്നു പൊക്കോളുമല്ലോ. ചില ആൾക്കാരൊക്കെ ടിഷ്യൂ പേപ്പറിലോ ന്യൂസ് പേപ്പറിലൊക്കെ വെക്കുന്നത് കാണാറുണ്ട്. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതൽ എണ്ണ വാർന്നു പോകുന്നത്. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പം കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഞാനൊരു ട്രയൽ നടത്തിയതായിരുന്നു കേട്ടോ, എൻ്റെ സ്വന്തം ഐഡിയ വെച്ചിട്ട്. ഇങ്ങനെ ചിലപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പം ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പാത്രം കാലിയായ വഴിയേ അറിഞ്ഞില്ല കേട്ടോ. അപ്പം ഇപ്പോൾ ചക്കപ്പഴമൊക്കെ നല്ലപോലെ ഉള്ള ഒരു സീസണല്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒത്തിരി ചക്കപ്പഴമൊക്കെ ഉള്ളപ്പം ഇനിയിപ്പം മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചക്കപ്പഴത്തിലൊക്കെ വെള്ളം പിടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അന്നേരം ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുമായിരിക്കും എല്ലാവരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ കൂട്ടാൻ ഇപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക കൂടി ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.